നമസ്കാരം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യാൻ പോകുന്ന നടൻ, ഇദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുക? ഓരോ മലയാളിക്കും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കണമെന്നും പറയണമെന്നും ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇന്നിവിടെ ഒരുപാട് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം അദ്ദേഹത്തെക്കുറിച്ച് ഹീസ് ബിയോണ്ട് വേർഡ്സ്. 1978 മുതൽ നമ്മൾ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുവരുന്ന ആ മഹാത്ഭുതം കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് നമ്മളെല്ലാവരും സ്നേഹിച്ചു പോയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മോഹൻലാൽ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1980 ഡിസംബർ, മഞ്ഞിൽ വിടർന്ന ക്രിസ്മസ് രാവിൽ മലയാള സിനിമാ നഭസിൽ ഒരു ഭാഗ്യതാരകം ഉദിച്ചുയർന്നു. നടനകലയുടെ ആകാശഗോപുരങ്ങൾ കീഴടക്കിയ പ്രതിഭയ്ക്ക് പേർ മോഹൻലാൽ. വലിയവനായി അടങ്ങൂ എന്ന് ശപഥം ചെയ്തവനാണ് ഞാൻ. LLB ബോംബെ യൂണിവേഴ്സിറ്റി. സൂപ്പർ ബിസിനസ്മാനായ ഫാദർ അടക്കം വീണുപോയില്ലേ? പശ്ചാത്താപമില്ല, കണ്ണുനീരില്ല. കളി നന്നായി കളിച്ചു അവസാനം വരെ. പക്ഷേ തോറ്റുപോയി. കളിച്ചതൊക്കെ എനിക്കിഷ്ടമായി. അതാണല്ലോ പ്രധാനം. ഇവനോട് എന്തോ ഒരു ദൗർബല്യം. അതുകൊണ്ട് വിട്ടുകളഞ്ഞതിലാണ് തെറ്റിപ്പോയത്. സോ ഇൻസ്പെക്ടർ, നിങ്ങൾ ജയിക്കുന്നു അല്ലേ? പക്ഷെ തോറ്റുപോകാൻ എനിക്കിഷ്ടമല്ലെങ്കിലോ? ഫാസിൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി വന്ന നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരെ വെറുപ്പിച്ച മോഹൻലാലിന്റെ മുന്നേറ്റം ഉപമകൾ ഏതുമില്ലാത്ത അത്ഭുതം തന്നെയാണ്. വില്ലൻ വേഷങ്ങളിൽ നിന്നുള്ള ചുവടുമാറ്റത്തിൽ ലാലിനെ ഏറെ സഹായിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ആധിപത്യം എന്ന ചിത്രമാണ്. തുടർന്ന് ശശികുമാറിന്റെ നിരവധി ചിത്രങ്ങൾ സഹനടനായും നായകനായും തിളങ്ങാൻ ലാലിനെ തുണച്ചു. ആട്ടക്കലാശം, ഇവിടെ തുടങ്ങുന്നു, ശോഭരാജ്, പത്താമുദയം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിനുദാഹരണമാണ്. കൂടാതെ IV ശശിയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ, വാർത്ത, കരിമ്പിൻ പൂവിനക്കരെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഈ നടനുള്ള മഹത്തായ അവസരങ്ങളായിരുന്നു. കണ്ടില്ല എന്നൊരു കളവ് സിന്ധുവിനോട് പറയേണ്ടി വരും. അനിൽ, നിനക്കറിയില്ല. അറിയാം. അത് തന്നെ ഇപ്പൊ എന്റെ ദുഃഖം. അകത്ത് ഞാനിപ്പോ കരയാണ്. അമ്മുക്കുട്ടിയെ ഓർത്തല്ല, ദാരിദ്ര്യം പാവമല്ലെന്ന് പ്രസംഗിച്ചവൻ. എന്നും പലരോട് ഞാൻ അഹങ്കാരത്തോട് പറയാനുള്ള എന്റെ ലവബിൾ റാസ്കൽ. ഞാൻ പണ്ട് പറഞ്ഞില്ലടാ തമ്പി, ഒരു തെളിവില്ലാതെ ഒരു ദിവസം നിന്റെ ശവം വഴി കിടക്കുമെന്ന്. അപ്പൊ നിനക്കത് വെറും വിരട്ടായി തോന്നി അല്ലടാ? എനിക്കിതിന് 150 രൂപയുടെ മുടക്കാം. പക്ഷെ അവനെ തൊട്ടാ മതി, നിന്നോട് ഞാൻ പറഞ്ഞ വാക്ക് വാക്കായിട്ട് മാറും. ഒറ്റ തെളിവില്ലാതെ. കളുടെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ മോഹൻലാലിന് പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ അനായാസം കോമഡി ചെയ്യാനും സാധിച്ചു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, ബോയിങ് ബോയിങ്, താളവട്ടം തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ഇവിടെ എന്റെ കാമുകയായിരുന്നു, പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. അതെ. ഇവൾ അനിലിന്റെ കാമുകയായപ്പോൾ ഞാൻ ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. അനിലിനെ എലീനെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് വന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ പത്മ എന്റേത് മാത്രമാണ്, എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ശ്യാം, എന്താ ഇത്? ആരാ ഇതൊക്കെ? ഒപ്പം തന്നെ സത്യനന്ദിക്കാടിന്റെ അപ്പുണ്ണി, കളിയിലൽപ്പം കാര്യം, TP ബാലഗോപാലൻ MA, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ചിത്രങ്ങൾ ഒരു നടനെന്ന നിലയിൽ ലാലിന്റെ റേഞ്ച് തെളിയിച്ചു. മതി, അഭ്യാസം മതിയാക്ക്. ഒന്നും അറിയട്ടെ. भाइयों और बहनों, पत्र द्वारा में एक कॉलोनी को एक गुरखा का आवश्यकता मैंने पढ़ा, इसलिए मैं आ गई. കൂടാതെ ഇക്കാലത്ത് തന്നെ തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രം
ലാലിനെ ഒരു സൂപ്പർ താരമാക്കി മാറ്റി. ഇങ്ങനെ 80കളുടെ രണ്ടാം പകുതിയിൽ തന്നെ മോഹൻലാൽ മലയാള മനസ്സിലെ രാജകുമാരനായി, രാജാവിന്റെ മകനായി വളർന്നു. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. ഇന്ന് നമ്മോടൊപ്പം ഈ മഹാത്ഭുതത്തെക്കുറിച്ച്, ലാലേട്ടനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ള പാനൽ സിബി സാറും ഭാഗ്യ ചേച്ചിയും സീമ ചേച്ചിയുമാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിലാണോ ലാലേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നതെന്നായിരിക്കും. ഞങ്ങൾക്ക് നന്നായി അറിയാം ഒരു എപ്പിസോഡിൽ എന്തായാലും ഇത് തീരാൻ പോകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലാലേട്ടൻ്റെ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് എൻട്രി മുതൽ 1980s ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ 1980s ലാലേട്ടൻ്റെ ഫിലിമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാം. സോ മോഹൻലാൽ എന്ന ഒരു നടനെക്കുറിച്ച് കേരളത്തിലെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആക്ടറാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്ര അധികം ആൾക്കാർ കഴിഞ്ഞ 3 ദശകങ്ങളായിട്ട് ഒരു മടിയും കൂടാതെ 3 ഡെക്കേഡ്സ് ആയിട്ട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവും? എന്താണ് ഇത്ര അധികം പ്രത്യേകത ഈ നടനിലുള്ളത്? ശരി സർ. മോഹൻലാലിനെ കുറിച്ച് നമ്മൾ ഏത് ദീപ പറഞ്ഞ അതേ കൺഫ്യൂഷനിൽ തന്നെയാണ് ഞാനും. എവിടെ നിന്ന് ഏത് ലെവലിൽ നിന്ന് ആരംഭിക്കണമെന്ന് അറിയില്ല. എനിക്ക് ലാലിനെ വ്യക്തിപരമായിട്ടും ലാൽ സിനിമയിൽ വന്ന കാലം തൊട്ട്, ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാനെത്തിയ അല്ലെങ്കിൽ അതിലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത സമയം തൊട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഒരുപാട് ഒരുമിച്ച് സിനിമകൾ ചെയ്ത ബന്ധമുണ്ട്. അങ്ങനെ സംവിധായകനും നടനും എന്ന നിലയിലും സുഹൃത്തുക്കൾ എന്ന നിലയിലുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പങ്കുവെക്കാറുണ്ട്. പക്ഷേ അത് എവിടെയാണ് ക്രോഡീകരിച്ച് എവിടെ ആരംഭിക്കണം, എവിടെ തുടങ്ങണമെന്നറിയില്ല. എങ്കിലും സമഗ്രമായിട്ടും നമുക്ക് പറയാവുന്നത് മലയാള സിനിമയിലെ സൂചിപ്പിച്ച പോലെ 70കളുടെ അവസാനത്തിൽ മലയാള സിനിമയിലേക്ക് കടന്നു വരികയും ഈ കഴിഞ്ഞ 3 ദശകങ്ങൾ ഇവിടെ നിറസാന്നിധ്യമായിട്ട് ഇത്രത്തോളം ഒരു പ്രേക്ഷകരുടെ ആരാധനയ്ക്ക് പാത്രീഭൂതനായ നടന്മാർ അപൂർവമാണ്. അപ്പോൾ ആ അപൂർവങ്ങളായ താര സാന്നിധ്യങ്ങളിലെ പ്രധാന സ്ഥാനം മോഹൻലാലിനുള്ളതാണ്. പ്രേക്ഷകരെല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും, വില്ലനായിട്ട് എൻട്രി ചെയ്തിട്ട് പിന്നെ ഹീറോ ആയ മറ്റൊരു നടനാണ് ലാലേട്ടൻ. അപ്പം ആദ്യം ഈ വില്ലനായി വന്ന സമയത്ത് എന്തായിരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്? പക്ഷേ ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരുന്നോ? അല്ലെങ്കിൽ സിബി സാറിന് തന്നെ ആസ് എ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം നോക്കുമ്പോഴത്തേക്കും വില്ലനായി ആദ്യം വന്നിട്ട് പിന്നീട് അത് ഹീറോ ആക്കി കാസ്റ്റ് ചെയ്താലും അദ്ദേഹം തിളങ്ങും എന്നൊരു സംവിധായകന് തോന്നാൻ ഉണ്ടായ ഒരു കേപ്പബിലിറ്റി എന്തായിരിക്കും? ഇത് മോഹൻലാൽ ആദ്യം ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ മോഹൻലാലിൻ്റെ ആദ്യത്തെ അഭിനയത്തിൽ അദ്ദേഹം പുലർത്തിയ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ച കഥാപാത്രത്തിൻ്റെ, ആ സിനിമയിലെ തന്നെ കഥാപാത്രത്തെ ഒരു സീൻ അവതരിപ്പിച്ച് കാണിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ വളരെ ഇച്ചിരി ശ്രൈണം കലർന്ന, ഈ ഇപ്പോഴുള്ള നമ്മൾ പറഞ്ഞു വരുന്ന ഈ തോള് ചിരിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഡയലോഗ് റെൻഡറിങ് ഒക്കെ ആയിട്ട് ആദ്യം ഞാൻ വളരെ നെഗറ്റീവായിട്ടാണ് അതിനെ കണ്ടതും അപ്രോച്ച് ചെയ്തതും. ഞാൻ പിന്നീട് പല മാധ്യമങ്ങളൊക്കെ പറഞ്ഞ പോലെ ലാലിന് ഏറ്റവും കുറവ് മാർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുറവായിട്ട് റേറ്റ് ചെയ്ത ഒരാൾ ഞാനാണ്. ലാലിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ലാലിൻ്റെ ആ ഒരു പ്രത്യേകമായ നടന ആവിഷ്കാരത്തെ ശ്രദ്ധിച്ചതും തിരിച്ചറിഞ്ഞതും ഡയറക്ടർ ഫാസിലാണ്. മഞ്ഞിൽ ചുമക്കളുടെ ഡയറക്ടർ അദ്ദേഹമാണ് എൻ്റെ കഥാപാത്രത്തിന് ഇയാളുടെ ഈ ചേഷ്ടകൾ, ഇയാളുടെ ഈ ചലനങ്ങൾ ഒക്കെ അനുയോജ്യമാണ്, അതുവരെ നമ്മൾ കണ്ട് വന്ന അഭിനയ രീതികളിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഇയാളിലുണ്ട് എന്ന് തിരിച്ചറിയുകയും മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവാണ് ഫാസിൽ എന്ന് പറയുന്ന സംവിധായകൻ തൻ്റെ കഥാപാത്രത്തെ ഈ വ്യക്തിയിൽ കണ്ടെടുക്കുന്ന ആ നിമിഷത്തിൽ തൊട്ട് മോഹൻലാൽ മലയാള സിനിമയുടെ ഭാഗമായി മാറുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് എത്തിപ്പെടുകയും രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു സ്റ്റാർ ഡം അദ്ദേഹം ആ ഒരു സിംഹാസനം അദ്ദേഹത്തിന് കൽപ്പിച്ച് നമ്മൾ മലയാളികൾ നൽകുകയും ചെയ്തു. പിന്നീട് എത്രയോ ചിത്രങ്ങൾ പ്രിയദർശൻ്റെ സിനിമകളിലൂടെ ലാലിൻ്റെ മറ്റൊരു മുഖം നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രേക്ഷകർക്ക് ഏറ്റവും സ്നേഹം തോന്നിയത് അദ്ദേഹത്തിൻ്റെ കോമഡി റോൾസ്, കോമഡി കൈകാര്യം ചെയ്യാൻ. ഈ പറയുന്ന പോലെ മോഹൻലാലിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ഫ്ലെക്സിബിൾ ആണ്. എന്തും
ഏത് ക്യാരക്ടേഴ്സിനും ഒരു സൂട്ടാവുന്ന ഒരു പേഴ്സണാണ്. ഈ നമ്മളിപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ മോഹൻലാലിനെ ഒരുപക്ഷെ കുറച്ചുകൂടെ ഒരു ഡയറക്ടർ കാണുന്നതിനേക്കാളും കൂടുതൽ ഒരു കോ ആക്ടർ എന്ന നിലയിൽ ചേച്ചിക്ക് ഒരുപാട് ചിലപ്പോൾ അവർ തമ്മിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ. അതെ അതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ first phase ആണ്. കൂടെ നമ്മൾ ഇപ്പം അല്ല ഹോങ്കോങ് പോയപ്പം കൊറിയോഗ്രാഫ് ഇല്ല. ശശിധരൻ പറഞ്ഞു എന്തെങ്കിലും ഒരു മൂമെന്റ് സിനിമ തന്നെ ചെയ്തേക്കുന്നു. അങ്ങനെ ഈ 5 ആണുങ്ങൾക്കും ഞാൻ മാത്രം പഠിപ്പിച്ചു കൊടുക്കും. അതായത് മോഹൻലാൽ, രതീഷ്, രവീന്ദ്രൻ, ലാൽ വല്ലക്സ്, രവിയേട്ടൻ, ഈ 5 പേർക്കും എല്ലാം പാവം എല്ലാവരും ഇങ്ങനെ. പിന്നെ മോഹൻലാൽ സെറ്റിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയാലും ഞാനൊരു ഹീറോ ആണ് അങ്ങനെ അത് ആ ഒരു പോസിലൊന്നുമില്ല. പുള്ളി ഈ ട്രാളി തള്ളും, ക്ലാപ്പ് അടിക്കും, ഇങ്ങനെ റിഫ്ലക്ടർ പിടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡബിങ്ങിൻ്റെ ഇതിന് എന്തെങ്കിലും ആണെങ്കിൽ ആ മൈക്ക് അങ്ങ് പിടിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു തനിച്ചങ്ങ് ഒന്നും ഇരുന്ന് അങ്ങനെ ഒരു ഹീറോ ആണ് അങ്ങനെ ഒരു ഇതുമില്ല. ലാലേട്ടൻ്റെ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, സാധാരണക്കാരി എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ മാൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ ഡബ്ബിങ് കേപ്പബിലിറ്റീസ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഡയലോഗ് ഡെലിവറി എത്ര നന്നായാണ് ഡബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഇതിനേക്കാൾ നാച്ചുറലായിട്ടാണ് ഇത്രയും ക്യാമറയുടെ മുമ്പിൽ പോലും അദ്ദേഹം അഭിനയിക്കുന്നതും പുറത്ത് ആ ശബ്ദം വരുമ്പോൾ കേൾക്കുന്നതും വളരെ നാച്ചുറലായിട്ടാണ്. കൂടെ നിന്ന് ഡബ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഭാഗ്യ ചേച്ചി. അപ്പം എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ കാണുന്നുണ്ടല്ലോ ലാലേട്ടൻ ഡബ് ചെയ്യുന്നത് കാണുന്നുണ്ട്, അപ്പം കൂടെ നിന്ന് ഡബ് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൽ നിന്ന് മനസ്സിലായത് എന്താണ് ലാലേട്ടൻ്റെ ഡബിങ് കേപ്പബിലിറ്റീസ് എന്നും? ഭാഗ്യ ചേച്ചി ഡബിങ് ആർട്ടിസ്റ്റാണ്, ലാലേട്ടൻ ഒരു സിനി ആർട്ടിസ്റ്റാണ്, അതിൻ്റെ കൂടുതൽ ഡബിങ് കേപ്പബിലിറ്റീസും കൂടെ കാണുമ്പോൾ എന്താ തോന്നിയത് ഭാഗ്യ ചേച്ചിക്ക്? ഞാൻ എന്നും നോക്കുമ്പോൾ എന്നെ വല്ലാതെ അതിശയിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ. കാരണം മോഹൻലാലിൻ്റെ തിരനോട്ടം എന്ന ആദ്യ സിനിമയിൽ ഞാനാണ് നായികയ്ക്ക് ശബ്ദം കൊടുത്തത്. അന്ന് മോഹൻലാലും പ്രിയദർശനും സുരേഷ് കുമാറും 3 പേരും കൂടെയാണ് എൻ്റെ വീട്ടിൽ വന്ന് ഡബ്ബിങ് ഫിക്സ് ചെയ്തിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ തിയേറ്ററിൽ വന്നപ്പോൾ ആക്ച്വലി നമ്മൾ കാണുന്ന മോഹൻലാൽ ഇങ്ങനെ ഒരു കുസൃതി കാണിച്ച് നടക്കുന്ന ഒന്നും സീരിയസ് അല്ല, ലൈഫിലൊന്നും സീരിയസ് അല്ലാതെ ഈ പറയുന്ന മാതിരി കളിയും ചിരിയും ബഹളവുമായിട്ട്. അപ്പോൾ ഈ പടത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നിങ്ങനെ. അപ്പോൾ ഒരു ഫണ്ണി ക്യാരക്ടർ. ആക്ച്വലി മോഹൻലാൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഹീറോ ആയിട്ടല്ല, അതൊരു ഫണ്ണി ക്യാരക്ടറാണ്. ശരിക്കും ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. കുറച്ചൊരു വാമ്പ് റോളാണ് ആ ഹീറോയിൻ രേണുചന്ദ്ര. അപ്പം അത് പിന്നെ ഡബ് ചെയ്യുമ്പോൾ ലാൽ ആദ്യമായിട്ടാണ് ഡബ്ബിങ് എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നത്. അവർ ഇതാണോ ഡബ്ബിങ് എന്നിങ്ങനെ അന്തം വിട്ടിങ്ങനെ അവിടെ വന്ന്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷനുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ പോയി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഒന്നും പിടിയില്ലാത്തതുകൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു, ഡബ്ബിങ് ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനും എൻ്റെ ആദ്യത്തെ നായിക ശബ്ദമാണത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ചെറിയ ചെറിയ ശബ്ദം കൊടുത്ത ശീലമൊക്കെ ഉള്ളൂ, ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് ഡബ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ പെട്ടെന്ന് അതങ്ങോട്ട് പഠിച്ചു. ഡബ്ബിങ് എനിക്ക് തോന്നുന്നു ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ഡബ്ബിങ് എന്താന്ന് മനസ്സിലായി. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഡബ്ബിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡബ്ബിങ് തിയേറ്ററിൽ പോലും ഒരു ലൂപ്പ് ഓടി അല്ലെങ്കിൽ ഒരു പണ്ടൊക്കെ ലൂപ്പ് സിസ്റ്റത്തിലാണ് ഡബ് ചെയ്തിരുന്നത്. ഒരു ഷോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ആ ഷോട്ട് വരുന്ന സമയത്തിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനോടൊത്തോ എന്തെങ്കിലും തമാശ പറഞ്ഞ് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു ലെവലിലേക്ക് പോയിട്ട് അടുത്ത നിമിഷത്തിൽ ആ സ്ക്രീനിൽ അടുത്ത വിഷ്വൽ വരുമ്പോഴത്തേക്കും അതായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് ഇത്രമാത്രം ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി മാറുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ നമ്മൾ ഷോട്ടിന് തൊട്ട് മുമ്പ് വരെയും റിഹേഴ്സലിൽ പോലും തമാശകളും ഒക്കെ ആയിട്ട് നിന്നിട്ട് ടേക്ക് എന്ന് പറഞ്ഞ് ഷോർട്ട് ആക്ഷൻ പറയുന്നിടം വരെയും തമാശയായിരിക്കും. ചിലപ്പോൾ ആക്ഷന് തൊട്ട് മുമ്പ് ക്ലാപ്പ് അടിക്കാൻ വരുന്ന പയ്യൻ്റെ അടുത്തും തമാശ പറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ആക്ഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് തൊട്ട് വേറെ ഒരാളായിട്ട് കഥാപാത്രമായിട്ട് മാറുകയും ആ കട്ട് വരെയുള്ള കട്ട് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ ഒരു തമാശയായിരിക്കും അവിടെ ഉണ്ടാകുക എന്നുള്ള ലെവലിലാണ് പോകുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു അഭിനേതാവിൻ്റെ കഴിവിൻ്റെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനും അപ്പുറത്തെ ഒരു ടാലൻ്റാണ് അദ്ദേഹത്തിൻ്റെത്. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ. രാവണപ്രഭു, ദേവാസുരം,
പിന്നെ വേറെ എത്രയോ കാര്യങ്ങൾ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണില്ല എന്ന്. തീർച്ചയായിട്ടും സംസാരിക്കാൻ തുടങ്ങിയ അരമണിക്കൂറിനുള്ളിൽ തീരില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്നത് തുടങ്ങാത്തത്. ഇന്ന് നമ്മൾ എൻട്രി ഫേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് 1980s ഉണ്ടായിരുന്ന ലാലേട്ടൻ്റെ മലയാളം സിനിമയിലേക്കുള്ള എൻട്രി. നമ്മൾ ആദ്യം കണ്ടു തുടങ്ങിയത് എങ്ങനെയാണ്, അന്ന് കൂടെ അഭിനയിച്ച സീമ ചേച്ചിയുടെ എക്സ്പീരിയൻസസ്, ഇതെല്ലാമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതാ ചെയ്തിട്ടുള്ളത്. മോഹൻലാലിൻ്റെ ഒരു അഭിനയ ജീവിതം വളരെയേറെ നമുക്ക് അപഗ്രഥിക്കാൻ വകയുള്ളതാണ്. കാരണം അദ്ദേഹം എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ തുടർന്നു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇതിനിടയ്ക്ക് അദ്ദേഹം ഏറ്റെടുത്ത കഥാപാത്രങ്ങൾ, ഏറ്റെടുത്ത ദൗത്യങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ വളരെയേറെ പഠനാർഹമായ ഒരു അഭിനയ ജീവിതമാണ് അത് എന്ന് പറയാം. അതിന് ഒരു കാരണം അദ്ദേഹം തുടങ്ങിയത് ഒരു ശൂന്യതയിൽ നിന്നാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ മിക്ക നടന്മാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വരുമ്പോൾ അവർക്ക് നാടകത്തിൻ്റെ പിൻബലമുണ്ടാകും, മിമിക്രിയുടെ പിൻബലമുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഒരു പിൻബലം കൊണ്ടാണ് അവർ ഈ രംഗത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള പ്രത്യേകിച്ച് യാതൊരു കാര്യവും പറയാനില്ല മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ അനുകരിക്കുക എന്നുള്ളത് മിക്ക നടന്മാരും, ഇന്ന് വളരെ പ്രശസ്തരായ മിക്ക നടന്മാരുടെയും ആ കരിയറിൻ്റെ തുടക്കത്തിൽ നമുക്കത് കാണാൻ കഴിയും. ആരെങ്കിലുമൊക്കെ അവർക്ക് വളരെ മാതൃകയായിട്ട് തോന്നിയ ചില നടന്മാരുടെ ചില ഭാവഭാവാദികൾ അവരിലേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. പിന്നീട് അവർ സ്വന്തം നിലയ്ക്ക് പ്രശസ്തരാകുമ്പോൾ സ്വന്തം നിലയ്ക്ക് അവരുടേതായ ഒരു ശൈലി നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത, അഭിനയത്തിൻ്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹം ആരെയും അനുകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റു ഒരു നടനെയും ഓർമ്മിപ്പിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്ന ആദ്യ കാലഘട്ടങ്ങളിലെ മോഹൻലാലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു നടനായി തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ. ഇപ്പോൾ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ അനുകരണങ്ങൾ എന്ന് പറയാവുന്ന നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പോഴൊക്കെ തന്നെ ഒരു നടന് വേണ്ട പ്രത്യേക ഭാവങ്ങളൊന്നും മുഖത്ത് വരുന്നതായിട്ട് കാണുന്നില്ല. അതിനേക്കാൾ കൂടുതൽ വളരെ ഒരു അലസമായിട്ട് ഈ അഭിനയത്തെ കാണുന്ന ഒരു ആളുടെ രൂപഭാവങ്ങളാണ് അദ്ദേഹത്തിൽ അന്ന് നമുക്ക് കാണാനുണ്ടായിരുന്നത്. മിക്കപ്പോഴും ഈ അഭിനയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ചമ്മൽ മുഖത്തിങ്ങനെ അദ്ദേഹം അവശേഷിപ്പിച്ചിരിക്കുമായിരുന്നു. കൊടും വില്ലനായിട്ട് വരുമ്പോൾ തന്നെയും മുഖത്ത് അത്തരം ഒരു ഭാവം നമുക്ക് കാണാൻ കഴിയും. അതായത് അഭിനയിക്കുന്നതിൻ്റെ ഒരു നാണം അത് ഒക്കെ ഈ മുഖത്ത് അവശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ആദ്യകാലത്തെ സിനിമകളിൽ. അവിടെ നിന്ന് ഈ പ്രിയദർശൻ്റെ ചിത്രങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അന്ന് മോഹൻലാലിനുണ്ടായിരുന്ന പ്രശ്നങ്ങളെ അതിനെ വളരെ പോസിറ്റീവായിട്ട് പ്രയോഗിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളാണ് പ്രിയദർശൻ കൊടുത്തത്. വാസ്തവത്തിലൊരു നടന് കിട്ടാവുന്ന ഒരു നല്ല പിൻബലമായിരുന്നു അത്. ഒരു നടൻ്റെ ദൗർബല്യങ്ങൾക്കനുസരിച്ച കഥാപാത്രങ്ങളെ കൊടുത്തുകൊണ്ട് ആ നടൻ്റെ തുടക്കത്തെ വളരെ പരിപോഷിപ്പിക്കാൻ ഒരു സംവിധായകന് കഴിയുകയാണ്.